വാർത്തകളിലേക്ക്. മലപ്പുറം ജില്ലയിൽ ദേശീയപാത നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. കുറ്റിപ്പുറം മുതൽ ജില്ലാ അതിർത്തിയായ കാപ്പിരിക്കാട് വരെ ഇനി വാഹനങ്ങൾക്ക് 6 വരി പാതയിലൂടെ യാത്ര ചെയ്യാം. പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലം താൽക്കാലികമായി തുറന്നു. പ്രധാന ഭാഗങ്ങളെല്ലാം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി കഴിഞ്ഞു. കുറ്റിപ്പുറം വളാഞ്ചേരി പാലങ്ങളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി. ഇത് വേനലിനു മുന്നേ തുറന്നു കൊടുക്കാനാണ് തീരുമാനം. മണ്ണുനീക്കം മാത്രമാണ് ഇനിയുള്ളത്. ചമ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലവും താൽക്കാലികമായി തുറന്നിട്ടുണ്ട്. പെയിന്റിംഗ്, സ്ട്രീറ്റ് ലൈറ്റ്, നിരീക്ഷണ ക്യാമറകൾ തുടങ്ങി അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കാനുണ്ട്. വെളിയങ്കോട് മേഖലയിൽ പെയിന്റിംഗ് നടന്നുവരികയാണ്. മാർച്ച് മാസത്തോടെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാക്കാനാകും. മലപ്പുറം ജില്ലയിൽ 2 സ്ട്രെച്ചാണുള്ളത്. 2 സ്ട്രെച്ച് കൂടി ഏകദേശം 75ഓളം കിലോമീറ്ററാണ് വരുന്നത്. ഈ 2 സ്ട്രെച്ചിൻ്റെയും പ്രവൃത്തി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഏപ്രിൽ മാസത്തോടു കൂടി പൂർത്തീകരിക്കാനാകും. 2025 ഏപ്രിൽ കഴിയുന്നതോടുകൂടി മലപ്പുറം ജില്ലയിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പറ്റുമെന്നുള്ള വളരെ സന്തോഷകരമായ വാർത്ത നമുക്ക് പുറത്തുവിടാൻ പറ്റും. LDF സർക്കാർ വന്നതിന് ശേഷം ഇതിന് ഫണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുടങ്ങിപ്പോയ പദ്ധതിയാണ്. 5600ഓളം കോടി രൂപ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെൻറ്റും ഇതിനു വേണ്ടി ചെലവഴിച്ചു. ഡിസംബർ അവസാനത്തോടെ രാമനാട്ടുകര മുതൽ കാപ്പിരിക്കാട് വരെയുള്ള ടാറിംഗ് പൂർത്തിയാക്കാൻ കഴിയും. കൈരളി ന്യൂസ്, മലപ്പുറം.